നമ്മൾ നിത്യേന കുടിക്കുന്ന ചായ ഉണ്ടല്ലോ, സ്ട്രോങ് ടീ, അതിൽ മാരക രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. മലപ്പുറത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പും റിപ്പോർട്ടറും നടത്തിയ പരിശോധനയിലാണ് ക്യാൻസറിന് വരെ കാരണമാകുന്ന രാസവസ്തുക്കൾ ചായപ്പൊടിയിലുണ്ടെന്ന് കണ്ടെത്തിയത്. അപ്പോൾ ഇടയ്ക്ക് ചായ കുടിക്കാൻ തോന്നിയാൽ സ്ട്രോങ് ടീ വേണമെന്ന് പറയുമ്പോൾ അത് കൃത്യമായും കമ്പനി തേയിലയാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും? പുറത്തുനിന്ന് ചായ കുടിക്കുമ്പോൾ സൂക്ഷിക്കണം. മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷനിൽ നേർക്കാഴ്ച പകർത്തി റിപ്പോർട്ടർ സംഘവും ഒപ്പമുണ്ടായിരുന്നു. മായം ചേർത്ത ചായപ്പൊടി നിർമ്മിക്കുന്ന ഉറവിടം കണ്ടെത്തിയതിനോടൊപ്പം 2 പേർ പിടിയിലാവുകയും ചെയ്തു. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. രണ്ടു നേരവും ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ കരുതിക്കോളൂ, ചായപ്പൊടിയിലും അപകടം പതിയിരിക്കുന്നു. തിരൂർ താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വ്യാജ ചായപ്പൊടി വീരന്മാർ വലയിലായത്. ജില്ലയിലെ തട്ടുകടകളിൽ കഴിഞ്ഞ മാസം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയാണ് സംഭവങ്ങളുടെ തുടക്കം. കടുപ്പം കൂടിയ ഒരു പ്രത്യേക ചായക്കായി ആവശ്യക്കാർ ഏറെയാണ്. ചായപ്പൊടിയുടെ ഉറവിടം തേടിയുള്ള അന്വേഷണം ആദ്യമെത്തിയത് വൈലത്തൂരിൽ. ആവശ്യക്കാരെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ വിതരണക്കാരെ ബന്ധപ്പെട്ടു. വേങ്ങര സ്വദേശി അനസ് ഒരു വാഹനം നിറയെ ചായപ്പൊടിയുമായി വൈലത്തൂരിലെത്തി. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ കടകളിൽ ലഭിക്കുന്ന ചായപ്പൊടിക്ക് സമാനം. സംഗതി ക്യൂക്ക് ടെസ്റ്റ് നടത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. മുഖ്യ സൂത്രധാരന്റെ പേരോ അഡ്രസ്സോ പറയാൻ അനസ് തയ്യാറായില്ല. കൽപ്പകഞ്ചേരി പോലീസിന്റെ സഹായത്തോടെ നമ്പർ എടുത്ത് നേരെ വെങ്ങാട്ടേക്ക് പുറപ്പെട്ടു. MSc കെമിസ്ട്രി പൂർത്തിയാക്കിയ വെങ്ങാട് സ്വദേശി ആഷിഖായിരുന്നു മായം ചേർത്ത ചായപ്പൊടിയുടെ ബുദ്ധികേന്ദ്രം. വിഷപ്പൊടി നിർമ്മാണത്തിനായി ആഷിക്ക് പഴയ ഒരു വീട് തന്നെ ഗോഡൌണാക്കി മാറ്റിയിട്ടുണ്ട്. കെട്ടുകണക്കിന് ചായപ്പൊടി കവറുകളിലാക്കി വെച്ചിട്ടുണ്ട്. നിർമ്മാണശാലയ്ക്ക് ലൈസൻസോ മറ്റു രേഖകളോ ഇല്ല. അതിനിടയിൽ ചായപ്പൊടിയിൽ മായം ചേർക്കാറുണ്ടെന്ന് ആഷിക്ക് തന്നെ സമ്മതിച്ചു. അലമാര തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഗോഡൌണിൽ നിന്നും 100 കിലോ മായം ചേർത്ത ചായപ്പൊടി ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. തേയിലയിൽ ചേർക്കാൻ അനുവാദമില്ലാത്ത സിന്തറ്റിക് ഫുഡ് കളർ ചേർത്ത അസൽ വ്യാജൻ. ഇതിൽ ഒരിക്കലും തേയിലയിൽ ചേർക്കാൻ അനുവാദം ഇല്ലാത്ത സിന്തറ്റിക് ഫുഡ് കളർ ചേർത്തതായി കാണപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടുന്ന് ചേർക്കുന്ന കൃത്രിമ നിറവും ഞങ്ങൾക്ക് ഇവിടുന്ന് ലഭിച്ചു. ഇത് തട്ടുകടകളിൽ കൂടുതലും നമ്മുടെ ഉപഭോക്താക്കൾ തന്നെ കടുപ്പം കൂടിയ ചായ വേണം എന്ന് തട്ടുകടക്കാരോട് ആവശ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മായം കലർത്താനായിട്ട് അവരും പ്രേരിതരാകുന്നത്. കിഡ്നി ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളെ തകർക്കാൻ പ്രഹരശേഷിയുള്ള മാരക രാസവസ്തു ചേർത്തായിരുന്നു ചായപ്പൊടി നിർമ്മാണം. മലയാളികൾക്ക് ചായ ഇല്ലാത്തൊരു ദിവസമില്ല. അതുകൊണ്ട് തന്നെ ഡെയിലി അത്രയധികം സിന്തറ്റിക് കളറാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്നത്. ഇത് പല മാരകമായിട്ടുള്ള അസുഖങ്ങൾക്കും കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ എല്ലാവിധ നിയമ നടപടിയും സ്വീകരിക്കും. രഹസ്യമായി ജില്ലയിലെ തട്ടുകടകളും ചെറിയ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു ഇവയുടെ വിൽപ്പന. ബില്ലുകൾ നൽകിയിരുന്നില്ല. കോഴിക്കോട് ലാബിലേക്ക് അയച്ച തേയില സാമ്പിളിന്റെ പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. 10 വർഷം വരെ പിഴയും 2 വർഷമോ അതിലധികമോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. ജില്ലയിൽ പരിശോധന തുടരുമെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചു. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് ഊർക്കടവിനും ഷിബു CS-നുമൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുബഷിർ, ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത്, പാവം ചായ കുടിക്കുന്നവൻ എങ്ങനെ ടെസ്റ്റ് ചെയ്യും സാറേ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണ്, ഇതുപോലെയാണ് പ്രേക്ഷകരെല്ലാവരും. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ പാതി ക്ലാസ് താഴേക്ക് വെച്ചിട്ടുണ്ടാവും ഈ വാർത്ത കേട്ടപ്പോൾ. എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. 2, ഈ 100 കിലോഗ്രാം മായപ്പൊടി തന്നെ പിടിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ എത്ര കാലമായിട്ട് ഇവർ ഈ കച്ചവടം ചെയ്തിട്ടുണ്ടാവും? എത്രയെത്ര കടകളിൽ ഇവർ വിതരണം ചെയ്തിട്ടുണ്ടാവും? എത്രയെത്ര മനുഷ്യർ ഈ സ്ട്രോങ് ടീ എന്ന പേരിൽ ഈ മായപ്പൊടി ചായ കുടിച്ചിട്ടുണ്ടാവും? അല്ലേ മുബഷിർ പി അക്ബർ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, കഴിഞ്ഞ 1 വർഷമായി ഒരു മേഖലയിൽ വ്യാജ ചായപ്പൊടി നിർമ്മാണത്തിൽ ഈ ഒരു വ്യക്തി ഏർപ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MSc കെമിസ്ട്രി പൂർത്തിയാക്കിയ ബിരുദാനന്തര ബിരുദധാരിയായ വേങ്ങാട് സ്വദേശിയായ ആഷിഖായിരുന്നു ഈ ഒരു വ്യാജ ചായപ്പൊടി നിർമ്മാണത്തിന്റെ മുഖ്യ സൂത്രധാരൻ. കഴിഞ്ഞ മാസം ജൂൺ 21-നാണ് ഈ ഒരു സംഭവങ്ങളുടെ തുടക്കം. സംസ്ഥാനത്ത് ഏറ്റവും അധികം തട്ടുകടകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല കൂടിയാണ് മലപ്പുറം. ആ വിധത്തിൽ തട്ടുകടകൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ വിഭാഗം തിരൂരിലെയും താനൂരിലെയും ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു പരിശോധനയിൽ ഒരു പ്രത്യേക കടുപ്പം കൂടിയ ചായക്ക്
വേണ്ടി ആവശ്യക്കാർ ഏറി വരുന്നതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്നു. ഈ ഒരു അന്വേഷണമാണ് ഈ ഒരു സംഘത്തിലേക്ക് എത്തുന്നത്. ഇന്നലെ ആദ്യഘട്ടത്തിൽ വൈലത്തൂരിൽ ഇതിന്റെ ആവശ്യക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇതിന്റെ ആളുകളെ സമീപിക്കുകയായിരുന്നു. വേങ്ങര സ്വദേശിയായ അനസ് ഈ ഒരു ചായപ്പൊടിയുമായി വൈലത്തൂരിലെത്തുന്നു. തുടർന്ന് അവിടെ വെച്ച് ഈ ഒരു ചായപ്പൊടി ഇവർക്ക് കൈമാറാനുള്ള ശ്രമത്തിനിടെയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ ഈ ഒരു അനസിനെ പിടികൂടുന്നത്. ഇദ്ദേഹം ആദ്യഘട്ടത്തിൽ ഇതിന്റെ മുഖ്യ സൂത്രധാരന്റെ ആഷിക്കിന്റെ പേരോ അഡ്രസ്സോ പറയാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് കൽപ്പകഞ്ചേരി പോലീസിന്റെ സഹായത്തോടു കൂടി നമ്പർ എടുത്ത് ട്രേസ് ചെയ്തുകൊണ്ടാണ് വളാഞ്ചേരിക്കടുത്തുള്ള വേങ്ങരയിൽ ഇതിന്റെ ഒരു ഗോഡൌണിലേക്ക് കേന്ദ്രത്തിലേക്ക് ഭക്ഷ്യസുരക്ഷാ വിഭാഗം എത്തുന്നത്. ഏകദേശം 4.5 മണിക്കൂറോളം എടുത്ത അതിസാഹസികമായ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഈ ഒരു പൂർണ്ണമായും വ്യാജ ചായപ്പൊടി നിർമ്മാണശാലയും അതുപോലെ തന്നെ ഈ ഒരു ശേഖരങ്ങളൊക്കെ തന്നെ കണ്ടെത്താൻ സാധിച്ചെന്നുള്ളത്. ആദ്യഘട്ടത്തിൽ ആഷിക്കിനോട് ഇക്കാര്യങ്ങൾ ചോദിച്ചെങ്കിലും അദ്ദേഹം അത് സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല. വിശദമായി നടത്തിയ പരിശോധനയിൽ ഈ ഒരു ചായപ്പൊടിയിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ചേർക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവച്ച മായം സിന്തറ്റിക് ഫുഡ് കളർ എന്ന് പറയുന്ന ക്യാൻസറിന് വരെ കാരണമായേക്കാവുന്ന 100 കിലോയിലധികം വരുന്ന തൂക്കം വരുന്ന മായം അവിടെ നിന്നും കണ്ടെത്തി എന്നുള്ളതാണ്. ഇദ്ദേഹം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പിഴവ് സംഭവിച്ചതായി സമ്മതിക്കുന്നുണ്ട്. ഗുരുതരമായ രോഗങ്ങൾ, കിഡ്നി, കരൾ പോലെയുള്ള ആന്തരിക അവയവങ്ങൾ തകരാറിലാകാൻ പാകത്തിൽ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന മായമാണ് ഇതെന്നുള്ളതാണ് റിപ്പോർട്ടറിൽ 4 മണിക്കൂറോളം നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയതും വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റും ഒപ്പം താങ്കളും മുബഷീറും നമ്മുടെ ഡ്രൈവറും അടക്കമുള്ള സംഘമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിനോടൊപ്പം ഉണ്ടായിരുന്നത്. ഇത് കേരളത്തിൽ ഒരുപക്ഷെ പലയിടങ്ങളിലേക്കും വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം എന്ന് നമ്മൾ ഭയക്കുന്നു. ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. വരും ദിവസങ്ങളിലും നമ്മൾ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം ഈ പരിശോധനയിൽ പങ്കാളികളാവുകയും